വായു മലിനീകരണം ഡൽഹി രൂക്ഷമായി തുടരുന്നുവെന്ന് ഞങ്ങളുടെ പ്രതിനിധി റിപ്പോർട്ട് ചെയ്യുന്നു. വിവിധ ഇടങ്ങളിൽ വാട്ടർ സ്പ്രിംഗ്ലർ ഉപയോഗിച്ച് വെള്ളം തളിക്കാൻ തുടങ്ങിയിട്ട് വിനീത VG ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ വായിച്ചിരുന്നു. വിനീത, ശരിക്കും ഡൽഹി സർക്കാർ പരമാവധി ശ്രമിക്കുമ്പോഴും ഈ അവസ്ഥ അങ്ങനെ തന്നെ തുടരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്ന വിവരങ്ങൾ. വെരി ഗുഡ് മോർണിംഗ് SK. തീർച്ചയായും വിവിധ മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇപ്പോൾ ലോധി റോഡ്, അതോടൊപ്പം തന്നെ ഇന്ത്യ ഗേറ്റിന്റെ ആ വിവിധ ഭാഗങ്ങളൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ അതിരൂക്ഷമായി ഉയരുന്ന വായു മലിനീകരണത്തെ നിയന്ത്രിക്കുന്നതിന് ഇതിനോടകം തന്നെ ഡൽഹി സർക്കാർ ആവശ്യമായിട്ടുള്ള നടപടികളൊക്കെ തന്നെ സ്വീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ആ മേഖലകളിലൊക്കെ ഈ വെള്ളം തളിപ്പിച്ചുകൊണ്ട്, ഈ സ്പ്രിംഗ്ലറുകൾ എത്തിച്ചുകൊണ്ട് ആ മേഖലകളിലൊക്കെ വെള്ളം തളിപ്പിച്ചുകൊണ്ട് പരമാവധി ഈ മലിനീകരണം തടയുന്നതിനുള്ള പ്രവർത്തനങ്ങളൊക്കെ തന്നെ ഡൽഹി സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷെ അങ്ങനെ പറയുമ്പോഴും ഈ പ്രതിദിനം വായു മലിനീകരണത്തിന്റെ തോത് ഇങ്ങനെ ഉയർന്നു വരിക തന്നെയാണ് ചെയ്യുന്നത്. ഇന്നലെ പ്രിയങ്ക ഗാന്ധി അടക്കം അക്കാര്യങ്ങളിലൊക്കെ വലിയ ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അവർ പറയുന്നത്, ഞാൻ വയനാട്ടിൽ നിന്നൊക്കെ ഡൽഹിയിൽ എത്തിയപ്പോൾ ഈ വായു മലിനീകരണം ഇങ്ങനെ വർദ്ധിക്കുന്നത് വലിയ രീതിയിൽ ആശങ്കപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സർക്കാരുകൾ ഇതിൽ കൃത്യമായിട്ടുള്ള ഒരു ഇടപെടൽ നടത്തണം എന്നൊക്കെ അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇന്ന് ഈ വായു ഗുണനിലവാര സൂചിക അത് 371ലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഏതാണ്ട് ഒരാഴ്ച കൂടി ഈ മലിനീകരണ തോത് വർദ്ധിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ അനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം തന്നെ ഈ ശ്വാസതടസ്സം ഉള്ള ആളുകൾ, അത്തരത്തിലേക്ക് ആരോഗ്യ പ്രശ്നമുള്ളവരൊക്കെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മാസ്കും മറ്റും ധരിക്കണമെന്നുള്ള ചില നിർദ്ദേശങ്ങളൊക്കെ കൂടി ഇതിനോടകം തന്നെ വരുന്നുണ്ട്. ഇങ്ങനെ അതീവ ഗുരുതരാവസ്ഥയിൽ വായു മലിനീകരണ തോത് ഇങ്ങനെ വർദ്ധിച്ചു വരുന്നത് ആശങ്കപ്പെടുത്തുന്ന സാഹചര്യം തന്നെയാണുള്ളത്. പക്ഷേ അതേസമയം ഈ മലിനീകരണം നിയന്ത്രിക്കുന്നതിനും മറ്റും ആവശ്യമായിട്ടുള്ള നടപടികളും ഇതിനോടകം തന്നെ ഡൽഹി സർക്കാർ സ്വീകരിച്ചു വരികയാണ്. അതിൽ ഏറ്റവും ഒരു പ്രധാന കാരണമെന്ന് പറയുന്നത് ഈ പഞ്ചാബ് ഉൾപ്പെടെയുള്ള ചില സംസ്ഥാനങ്ങളിലൊക്കെ ഈ വൈക്കോലുകളും കാർഷിക അവശിഷ്ടങ്ങളും ഒക്കെ ഇങ്ങനെ കത്തിക്കുന്നതും ഈ വായു മലിനീകരണ തോത് വർദ്ധിക്കാൻ ഇടയാക്കിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.